ഇപ്പോൾ രാഹുൽ ഈശ്വർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, ഈ സൈബർ ആക്രമണത്തിന്റെ പേരിലാണ് നടി റിനി പരാതി നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ആലുവ റൂറൽ പോലീസ് കേസെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഹുൽ, എങ്ങനെയാണ് ഈ കേസിനെ നോക്കിക്കാണുന്നത്? എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്? ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി സരിത കൊടുത്തതുപോലെ ഒരുപാട് വ്യാജ പരാതികൾ കൊടുക്കാനുള്ള ഒരു സ്കോപ്പും സ്പേസും ഉണ്ട്. കാരണം വ്യാജ പരാതി കൊടുത്താൽ സ്ത്രീക്കെതിരെ ആക്ഷനൊന്നും ഉണ്ടാകുന്നില്ല. അതാണ് ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി കൊടുത്ത സരിതയും നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത ആൾക്കാരും അടക്കം ഫ്രീ ആയിട്ട് വിലസുന്നത്. ആർക്ക് വേണമെങ്കിലും, പ്രത്യേകിച്ച് ഒരു ആണിനെ കൊടുക്കാൻ വ്യാജ പരാതി കൊടുത്തിരുന്നാൽ മതി. പോലീസുകാര് ഈ സ്ത്രീപക്ഷം എന്ന് കേൾക്കാൻ വേണ്ടിയും സ്ത്രീകൾക്ക് വിരുദ്ധരല്ലെന്ന് കേൾക്കാൻ വേണ്ടിയും കേസെടുക്കും. നിങ്ങൾ അറിയുമ്പോൾ അത്ഭുതപ്പെടും. റിനിയുടെ പരാതിയിൽ എന്നെ കുറിച്ച് ഒരു ഒറ്റ വരി മാത്രമേ ഉള്ളൂ. റിനിയുടെ പരാതിയിൽ എന്നെ കുറിച്ചൊരു ഒറ്റ വരി മാത്രമേ ഉള്ളൂ. ആ വരി വെച്ചാണ് ഇവർ ഈ കേസെടുക്കുന്നത്. എന്റെ ഒരു വീഡിയോയുടെ ലിങ്ക് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ആണിനെ കൊടുക്കാനുള്ള രീതിയാണ്. ഇതിനെതിരെ ശക്തമായി പോകും. റിനി എനിക്കെതിരെ വ്യാജ പരാതി കൊടുത്തു എന്ന് പറഞ്ഞ് ഞാൻ കേസ് ഇട്ടിട്ടുണ്ട്. അത് കോടതിയിൽ പോവും, ആക്ഷൻ എടുക്കും. 100% ഈ വ്യാജ പരാതിക്കാരെ, പുരുഷനെ വേട്ടയാടാൻ കോടതിയെയും നിയമങ്ങളെയും ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ അതിശക്തമായ നിലപാടുമായിട്ട് മുമ്പോട്ട് പോകും. അതേപോലെ തന്നെയാണ് നമുക്കറിയാം, മുൻപും പല പ്രാവശ്യമായിട്ട് സിനിമ ഈ പ്രധാനമായിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഒരുപാട് പരാതികൾ ഉണ്ടായിരുന്നത്. അതിൽ പകുതി നമ്മളറിയാം ഇപ്പോൾ അത് എവിടെ പോയി, അല്ലെങ്കിൽ അത് മുഴുവനുമായിട്ടും ആ പരാതികളുടെയൊക്കെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നുമില്ല. അതേപോലെ തന്നെയും സമാനമായിട്ട് ഈ നിയമത്തിന്റെ പഴുതൊക്കെ ഉപയോഗിച്ച് മറ്റൊരാളെ എങ്ങനെ, അല്ലെങ്കിൽ തനിക്കെതിരെ ഒരാൾ വിമർശിക്കുകയാണെങ്കിൽ പോലും അതൊരു അപമാനമാണ് എന്നുള്ളൊരു രീതിയിലൊക്കെ എടുക്കുന്നതൊക്കെ നിയമത്തിനെ തന്നെ ദുരുപയോഗം ചെയ്യുന്നതിന് തുല്യമല്ലേ? മോഡസ്റ്റി ഓഫ് ദി ഓൺ എന്ന് പറഞ്ഞ് എടുക്കുകയാണ്. അതിനൊന്നും ഒരു അർത്ഥവുമില്ല. ഇതേപോലെ ഹണി റോസ് എനിക്കെതിരെ പരാതി കൊടുത്തിരുന്നു. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ആണുങ്ങളെ കൊടുക്കാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണിത്. ആ തന്ത്രത്തിന്റെ ഭാഗമായി നടക്കുന്ന ഇത്തരം കാര്യങ്ങൾക്കെതിരെ അതിശക്തമായി ജനമനസ്സുണ്ടാവും. എന്നെ ഒരു പക്ഷേ അറസ്റ്റ് ചെയ്യുമായിരിക്കും. കാര്യം പോലീസുകാർക്ക് ആ രീതിയിൽ സ്ത്രീപക്ഷമാണെന്ന് കാണിക്കാനുള്ളൊരു താല്പര്യം കാണും. പക്ഷേ ഇതുകൊണ്ട് എനിക്ക് അറസ്റ്റ് ചെയ്താൽ കുഴപ്പമില്ല, എനിക്ക് നാളെ മറ്റന്നാൾ ബെയിൽ കിട്ടും. പക്ഷെ സാധാരണ ഒരുപാട് പുരുഷന്മാർ ഇതിൽ വീണു പോകും. അവരെ രക്ഷിക്കാനുള്ള ഒരു പോരാട്ടമാണ്. അത് അതിശക്തമായി മുമ്പോട്ട് തുടരുക തന്നെ ചെയ്യും. ഈ പരാതിയുമായിട്ട് എങ്ങനെയാണ് ഇതിനെ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഓൾറെഡി റിനിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനം എന്താണ് അതിൽ ഉന്നയിക്കുന്നത്? രാഹുൽ, കേൾക്കാമോ? രാഹുൽ, അതിശക്തമായി റിനിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അത് കോടതിയിൽ ഫോളോ അപ്പ് ചെയ്യും. ബഹുമാനപ്പെട്ട കോടതികളിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഇത് ആണുങ്ങളെ കൊടുക്കാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗം മാത്രമാണ്. ഇതിനെതിരെ ജനമനസ്സ് ഉണരണമെന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന. ശരി, രാഹുലാണ് വിവരങ്ങൾ നൽകിയത്. വളരെ നന്ദിയുണ്ട് രാഹുൽ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.